നമസ്കാരം, എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ നിന്ന് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരുപാട് ക്രൈം ഇങ്ങനെ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നും ഉണ്ടായിരിക്കുന്നു, കഴിഞ്ഞ ദിവസങ്ങളും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വാർത്തകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് ഏറ്റവും ഒടുവിലായി സംഭവിച്ചിരിക്കുന്നത് വീട്ടിനുള്ളിൽ ഒരു യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അത് വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ്. അപ്പോ അല്ലെ, എന്താണ് വാർത്ത? ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്താണ് യുവതി വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയെ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവമായി യുവതിയുടെ ഭർത്താവിനെ തൃക്കൊടിത്താനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം മോസ്കോ അഴകാത്തുപടി കണ്ണമ്പള്ളി വീട്ടിൽ മല്ലികയെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയെ കണ്ടെത്തിയത്. 36 വയസ്സായിരുന്നു. ഇപ്പോൾ ഭർത്താവിനെ രാവിലെയോടെ തന്നെ കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെ 6 മണിയോട് കൂടിയാണ് ഈ വീടിനുള്ളിലെ മുറിക്കുള്ളിലായി ഇവരെ മരിച്ച നിലയെ കണ്ടെത്തിയിരിക്കുന്നത്. ഭർത്താവ് അനീഷ് തന്നെയാണ് ഈ മല്ലിക മരിച്ചു കിടക്കുന്ന വിവരമൊക്കെ പോലീസിനെ വിളിച്ച് അറിയിച്ചത്. തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകളൊക്കെ നടത്തി. ഈ മല്ലികയുടെ വലത് തോൾഭാഗത്തായി രക്തം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ഇതേ തുടർന്നായിരുന്നു ഈ പോലീസിന് സംശയം തോന്നി ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കാരണം ഇയാൾ സ്ഥിരമായി വീട്ടിൽ മദ്യപിച്ചെത്തി ബഹളം വെക്കുന്ന ആളാണ് അനീഷ് എന്ന് ഈ നാട്ടുകാരൊക്കെ മൊഴി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മുൻപ് മല്ലികയും പോലീസിൽ പരാതി നൽകിയിരുന്നു. അപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയുള്ളൂ. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതിന് ശേഷം മറ്റു വിവരങ്ങൾ അത് സംബന്ധമായിട്ട് പുറത്ത് വരും. മറ്റൊരു വാർത്ത നമുക്ക് നോക്കാം. ഹോട്ടലിൽ ചായ കുടിക്കാൻ എത്തിയ അയൽവാസികൾ തമ്മിലുണ്ടായ വാക്കേറ്റത്തിനും സംഘർഷത്തിനും ഇടയിൽ വള്ളിച്ചിറ വലിയ കാലായിൽ വിജെ ബേബി കുത്തേറ്റ് മരിച്ച സംഭവം, അതും കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവമാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. ഈ സംഭവത്തിൽ അയൽവാസിയും സഹപാഠിയുമായ വള്ളിച്ചിറ ആരംകുഴയ്ക്കൽ AL ഫിലിപ്പോസ് പിടിയിലായിട്ടുണ്ട്. ഇയാളെ 6-ന് വള്ളിച്ചിറ ചെറുകരയിലെ സെന്റ് മേരീസ് ഹോട്ടലിൽ വെച്ചാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ അരങ്ങേറിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന ഒരു കൊലപാതകമാണ് ഉണ്ടായത്. സാമ്പത്തിക തർക്കമാണ് ഈ ഒരു ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഫിലിപ്പോസിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ 6 മാസമായിട്ട് മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പള്ളിയിലേക്ക് പോകും വഴിയാണ് ബേബി ഹോട്ടലിൽ കയറിയത്. ഈ സമയം ഫിലിപ്പോസ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള സംസാരം ഉണ്ടാകുന്നു. മാത്രമല്ല ഇവര് പരസ്പര ജാമ്യത്തിൽ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംസാരം അത് ഒരു വഴക്കിലേക്കും അത് പിന്നീട് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. ഫിലിപ്പോസിന്റെ ജാമ്യത്തിൽ ബേബി സഹകരണ ബാങ്കിൽ നിന്ന് ചിട്ടി പിടിച്ചിരുന്നു. ഇതിന്റെ തവണ മുടങ്ങിയതിനെ തുടർന്ന് ഫിലിപ്പോസിന് സ്ഥിര നിക്ഷേപ തുക പിൻവലിക്കാൻ സാധിച്ചില്ല. ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ ബേബിയുടെ കടയിൽ വെച്ച് തർക്കമുണ്ടായി. വള്ളിച്ചിറ ചെറുകര ജംഗ്ഷനിൽ പലചരക്ക് കട നടത്തുകയായിരുന്ന വ്യക്തിയായിരുന്നു ബേബി. ഈ രാവിലത്തെ സംഘർഷത്തിനിടെ ബേബിക്ക് നെഞ്ചിലാണ് കുത്തേറ്റത്. അപ്പോ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരിച്ചു. കടന്നു കളഞ്ഞ ഫിലിപ്പോസ് പിന്നീട് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. ഫിലിപ്പോസിന്റെ പേരിലുള്ള ഹോട്ടൽ 6 മാസമായി മറ്റൊരാൾക്ക് ദിവസ വാടകയ്ക്കാണ് നൽകിയിരുന്നത്. എന്തായാലും ഒരു അതിക്രൂരമായ ഒരു കൊലപാതകമായി പോയി സംഭവിച്ചത്. പ്രത്യേകിച്ച് അവര് സഹപാഠികൾ കൂടിയായിരുന്നു, അല്ലെ? അപ്പോ ഇത്രയും ഒന്നിച്ച് ബിസിനസ് ചെയ്യുന്നു, ഒന്നിച്ച് സാമ്പത്തിക ഇടപാടുകൾ സഹകരണത്തോടു കൂടിയാണ് അവര് ഈ പറഞ്ഞ വായ്പയൊക്കെ എടുത്തിരുന്നത്. പക്ഷെ അതിന്റെ തവണ മുടങ്ങുകയും പിന്നീട് അദ്ദേഹത്തിന് പൈസ പിടിക്കാൻ പറ്റാതെ വന്നതോടുകൂടിയാണ് ഈ ഒരു തർക്കം കൊലപാതകത്തിൽ കലാശിച്ചത്. സാമ്പത്തിക ഇടപാടുകളൊക്കെ ഒന്നിച്ച് നടത്തുന്നു, ഒന്നിച്ച് പഠിക്കുന്നു, സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ആ സുഹൃത്ത് തന്നെ സുഹൃത്തിന്റെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ മറ്റൊരു സംഭവം നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്ത കോട്ടയം തിരുവാതിക്കലിലെ കൊലപാതകം, അതിപ്പോൾ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസമാണ് നടന്നത്. അപ്പോ ഈ ഡോക്ടർ മീര വിജയകുമാറിന്റെയും TK വിജയകുമാറിന്റെയും 5-ാം ദിവസമാണ് ഇവരുടെ സംസ്കാരം നടന്നത്. മകൾ ഗായത്രി വിജയകുമാറും വിജയകുമാറിന്റെ സഹോദരൻ വിശ്വനാഥും ചേർന്നിട്ടാണ് ഈ ഒരു കർമ്മങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ തിരുവാതിക്കലിൽ ശ്രീവത്സം വീട്ടിലും തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിലും ഒട്ടേറെ പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാനൊക്കെ എത്തിയത്. മന്ത്രി VN വാസവനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അടക്കമുള്ളവർ വീട്ടിലെത്തിയിരുന്നു. US-ലായിരുന്ന മകൾ ഗായത്രി 25-ന് നാട്ടിലെത്തിയതോടെയാണ് കഴിഞ്ഞ ദിവസം സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നത്. ഇതിനിടെ ഈ അമിത് ഉറാങ്ങിനെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. കാരണം അമിത് ഈ സംഭവം നടന്ന ദിവസം അതിനു മുൻപും സഞ്ചരിച്ച സ്ഥലങ്ങളും ഈ ബന്ധം പുലർത്തിയവരെയും കണ്ടെത്താൻ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താനാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്.
നമുക്കറിയാം ഈ അമിതിനെ ജാമ്യത്തിൽ ഇറക്കിയത് തന്നെ ആ നാട്ടിലുള്ള രണ്ട് സ്ത്രീകളാണ്. അവർക്ക് പക്ഷെ ഈ അമിത് ആരാണെന്ന് അറിയില്ല. എങ്കിൽ പോലും അമിതിന് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കാൻ രണ്ട് സ്ത്രീകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഈ ആളില്ലെങ്കിൽ പോലും കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് തരുന്ന ടീമുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളൊക്കെ പോലീസ് പുറത്തുവിടുന്നത്. കാരണം കള്ളസാക്ഷ്യം പറയും, പണം മാത്രം കൊടുത്താൽ മതി, ഈ ക്രിമിനലുകളൊക്കെ പുറത്തിറക്കാൻ ജയിലിൽ പ്രത്യേക സംഘമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അമിത് ഉറാങ്ങിന് മോഷണ കേസിൽ ജാമ്യം നൽകിയവരെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇത്തരക്കാരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. സാധാരണ പ്രതിയാകുന്നവരെ ജാമ്യത്തിൽ ഇറക്കുന്നത് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെയാണ്. അപ്പോൾ യാതൊരു ബന്ധമോ മുൻകൂട്ടി പരിചയമോ ഇല്ലെങ്കിലും ഈ ജാമ്യം നിൽക്കാൻ ആരുമില്ലാത്തവർക്കാണ് ഇക്കരുടെ ഒരു സഹായം ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ഈ പറയുന്ന തുക സംബന്ധിച്ച് കോടതിയിൽ നിന്ന് ആൾജാമ്യം കിട്ടും, ഒരു വിഭാഗം അഭിഭാഷകരുടെ സഹായവും ഉണ്ട്, ഇവർക്കും വിഹിതം കിട്ടുന്നുണ്ടെന്നാണ് സൂചന. പിന്നെ ഈ വനിതകൾ അടക്കമുള്ള സംഘം ഇതിന് പിന്നിലുണ്ടെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് അല്ലെ. പിന്നെ ജാമ്യം കിട്ടുന്ന പ്രതി വിചാരണ സമയത്ത് മുങ്ങിയാൽ അല്ലെ ഒളിവിൽ പോയാൽ ജാമ്യക്കാർക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ജാമ്യ തുക അടച്ചാൽ മതി. ഇതുകൂടി മുൻകൂട്ടി കണ്ടുള്ള തുകയാണ് വാങ്ങുന്നത്. മുങ്ങുന്നവർ അങ്ങനെ മുങ്ങാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ റിസ്ക്കും കുറവാണ്. ഇതിനു പുറമെ കള്ളസാക്ഷി പറച്ചിലുണ്ടാവുമല്ലോ, കള്ളസാക്ഷി പറയുന്നവർ പതിവുകാരില്ല. കേസും അതുപോലെ തന്നെ ഈ കോടതിയും ഒക്കെ നോക്കി കൃത്യമായ ഇടവേളകളാണ് ചിലപ്പോൾ ഇവരെ അഭിഭാഷകർ അത് പറഞ്ഞു പഠിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഉപയോഗിക്കുക. എന്തായാലും പഠിപ്പിച്ചു കൊടുക്കുന്നത് അതേപടി പറയും. ചിലപ്പോൾ സാക്ഷിമൊഴി കോടതി ഗൗരവമായി കാണും, അല്ലെങ്കിൽ തള്ളിക്കളയും. എന്തായാലും ഈ കേസിൽ അതെ, ഈ അമിത് ഉറാങ്ങിനെ ഈ ജാമ്യത്തിൽ ഇറക്കിയവരുടെ ആ ഒരു വിഷയത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സംഘം തന്നെ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഫൈസൽ ഷാജിയോടാണ് ഇക്കാര്യം അമിത് ഉറാങ് പറയുന്നത്, തനിക്ക് ജാമ്യത്തിൽ ഇറങ്ങണമെന്ന് പറയുന്നു. അപ്പോൾ ഈ സ്ത്രീകളുടെ കാര്യം ഈ ഫൈസൽ ഷാജി ഇയാളോട് പറയുന്നു. അപ്പോൾ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കാണ് ഈ അമിത് ഉറാങ്ങിന്റെ മാതാവ് പൈസ എല്ലാം ഇട്ടുകൊടുത്തത്. അതിനുശേഷമാണ് ഈ പ്രതി ഈ പറയുന്നത് പോലെ ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് ഈ ഒരു കൊലപാതകം തന്നെ നടത്തിയിരിക്കുന്നത്. അതായത് ഈ പ്രതി ഒരു കൊലപാതകം നടത്തിയതോടുകൂടിയാണ് ഈ ജാമ്യത്തിൽ എടുത്തവർ വെട്ടിലായി പോയത്. ഇല്ലെങ്കിൽ ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ പുറത്തു വരില്ലായിരുന്നു. അപ്പോൾ ഈ കോട്ടയം ബേസ് ചെയ്തുകൊണ്ട് കോട്ടയത്ത് മാത്രമല്ല മറ്റിടങ്ങളിൽ പലതും ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും പോലീസിനെ പോലും ഞെട്ടിക്കുന്ന ഒരു വിഷയമായിരുന്നു ഇത്തരത്തിൽ ജാമ്യത്തിന് എടുക്കാൻ ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. മാത്രമല്ല ഇങ്ങനെ ഈ ഒരു ഇപ്പോ ഏതെങ്കിലും ഒരു കുറ്റത്തിന് ജയിലിൽ പോകുന്നു, അവര് ജാമ്യത്തിൽ ഇറങ്ങുന്നു, അവര് തന്നെ പിന്നീട് കൊലപാതകം അല്ലെങ്കിൽ വേറെ ക്രൈമിലൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ ഇടയ്ക്ക് തുടരെ, പ്രത്യേകിച്ച് ഈ ഒരു കേസിൽ അമിത് തന്നെ ഉദാഹരണം, അതുപോലെ തന്നെ ചെന്താമര, അതുപോലെ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ ശരിക്കും നമുക്കൊരു ഇപ്പൊ അമിതിനെ ഇറക്കിയത് തന്നെ ഒരു കള്ളം അല്ലെങ്കിൽ ആ ഒരു രീതിക്ക്, അപ്പൊ നമുക്കും ഒരു വിശ്വാസമൊക്കെ നഷ്ടപ്പെടുന്ന ഈ നിയമങ്ങൾ ഇങ്ങനെയാണോ, നിയമവശങ്ങൾ ഇങ്ങനെയൊക്കെയാണോ എന്നൊരു നിയമത്തെ പോലും പറ്റിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് സംഘം നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം നിയമത്തിന് വേണ്ടത് ഈ പറയുന്നത് പോലെ, ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് സാധാരണ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആയിരിക്കും ജാമ്യത്തിൽ വന്ന് ഇറക്കുക. ഇതൊരു അസം സ്വദേശീനെ ഇറക്കാൻ ആ നാട്ടിലുള്ള ഒരു രണ്ട് സ്ത്രീകളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ അസം സ്വദേശീനെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ അത്തരത്തിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ എത്ര വലിയ കൊലപാതകം ചെയ്ത ടീംസ് ആയിരുന്നാൽ പോലും തങ്ങൾ വന്ന് ഇറക്കി തരും. കാരണം അവർക്ക് വേണ്ടത് ക്യാഷ് ആണ്. ഇത്തരത്തിലുള്ളവരിൽ നിന്ന് ക്യാഷ് നല്ലവണ്ണം കിട്ടും. കാരണം അവർക്കറിയാം, അവര് പറയുന്നത് ഇത്തരക്കാർ മുങ്ങുകയാണെങ്കിൽ ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും. അത്തരത്തിൽ എല്ലാ ക്യാഷും ഇവരിൽ നിന്ന് ഈടാക്കിയതിനു ശേഷം തന്നെയാണ് ഈ ഒരു ടീം ഇറങ്ങുന്നത്. അപ്പോ ആ സംഘത്തിന് പല പല ഘട്ടങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ അവർക്ക് എല്ലാവർക്കും പണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ടീം അവിടെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോ അമിതിന് എന്തായാലും അമിതിനെ നേരത്തെ ആ ഒരു മോഷണ കേസിൽ കിട്ടിയ ജാമ്യം റദ്ദാക്കാനുള്ള നീക്കമൊക്കെ പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പോലീസ് പറഞ്ഞതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളെ ജോലിക്കാൻ നിയമിക്കുമ്പോൾ അത്തരത്തിലുള്ള റിസ്ക്കും ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒറ്റയ്ക്കായി കഴിയുന്ന വയോവൃദ്ധരുള്ള ഇടങ്ങളിലൊക്കെ ഇപ്പൊ പോലീസ് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. കാരണം അവരിവിടെ മാസാമാസം അല്ലെങ്കിൽ ആഴ്ചകളിലൊക്കെ അവരെ പരിശോധനയ്ക്ക് വരും. കാരണം ഇത്തരക്കാരെ ഈ ഒരു കൊലപാതകം നടന്നതോടുകൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം അവര് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം അവർക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഡോക്ടറുടെ വിവരം അടക്കം അവർ ശേഖരിക്കുന്നുണ്ട്. കാരണം അവരെ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിക്കുക. ഈ പ്ലംബർ അങ്ങനെയുള്ള ടീമിന് അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കാരണം വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവരെയൊക്കെ എത്തിച്ചു കൊടുക്കാൻ അവർക്ക് എളുപ്പമായിരിക്കും. കാരണം ഈ വയോവൃദ്ധരെയൊക്കെ ലക്ഷ്യമിട്ട് ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ എത്തുകയാണെങ്കിൽ
ചിലപ്പോ പല ക്രൈമുകളും അവിടെ നടക്കും. അതൊക്കെ ഒഴിവാക്കാൻ തന്നെയാണ് ഈ ഒരു നീക്കം തന്നെ നടത്തുന്നത്. എന്തായാലും അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്.